ഹലോ ഗായ്സ്, സുഖം തന്നെയല്ലേ? ദുബായിലെ ഗ്ലോബൽ വില്ലേജ് ഇപ്രാവശ്യം 30th എഡിഷനാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമാണ്. 30 ഇയേഴ്സിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ വില്ലേജിന് പല പല ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. പണ്ടൊക്കെ അത് ക്രീക്ക് സൈഡിലായിരുന്നു, പിന്നെ അത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലോട്ട് പോയി, പിന്നെ ഇപ്പം അത് ദുബായ് ലാൻഡിലാണ് ഉള്ളത്. ഇത് ഒക്ടോബർ മുതൽ മെയ് വരെയാണ് ഇതിൻ്റെ ഒരു പീരീഡ്. UAEയിലുള്ളവരൊക്കെ തന്നെ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്തു കാണും. ഞാനും കുറച്ച് കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഗ്ലോബൽ വില്ലേജിൽ വരുന്നത്. ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ട കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് പണ്ടും ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു പവലിയനാണ് ആഫ്രിക്കൻ പവലിയൻ. അവിടുത്തെ ഡാൻസും പാട്ടും എല്ലാം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡുകളുടെ സ്മെല്ലാണല്ലോ നമ്മളെ അട്രാക്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു ചുറോസ് ഒന്ന് കഴിച്ചു നോക്കി. നമുക്കിനി ആഫ്രിക്കൻ പവലിയനിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ നിറച്ചും ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്. നിറയെ ബാഗുകൾ, ഷോ പീസുകൾ, അതെല്ലാം വളരെ ക്യൂട്ടായിട്ടുള്ളതാണ്. വുഡൻ പീസുകളാണ് അധികവും ഉള്ളത്. ഗ്ലോബൽ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ ഷോപ്പിംഗ് മാത്രമല്ല, കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ലൈക്ക് ഡൈനിങ് ഫെസിലിറ്റീസ് എല്ലാതും ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാം. ഓരോ പവലിയൻ കഴിഞ്ഞ് അടുത്ത പവലിയനിലേക്ക് പോകുന്ന ആ ഗ്യാപ്പുകളിലെല്ലാം ഒരു മിറക്കിൾ ഗാർഡൻ സെറ്റപ്പാണ്. ഫുൾ ഗാർഡനാണ് കാണാൻ പറ്റുക. നിറയെ ഫ്ലവേഴ്സും ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ പവലിയൻ. അതും മനോഹരമാണ്. ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും, ഫാബ്രിക് ആയാലും ബാഗുകളായാലും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓരോ പവലിയനിലും അവരുടേതായ കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്കിതൊക്കെ കുറച്ച് നേരം ആസ്വദിക്കുകയും ചെയ്യാം. ടാലൻ്റ് ഉള്ളവർക്ക്, അത് ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഗ്ലോബൽ വില്ലേജ്. ഇവിടെ വരുന്നവർ ടൂറിസ്റ്റ് മാത്രമല്ല, ഇവിടുത്തെ റെസിഡൻസുകാരും നിറയെ ഉണ്ട്. പിന്നെ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകളും ഇതിൽ ഉണ്ടാവും. ചെറിയ കുട്ടികൾക്കുള്ള ഗെയിംസൊക്കെ നടക്കുന്ന സ്ഥലങ്ങളും ഇവിടെയുണ്ട്. ഇടയ്ക്കൊരു ടീ കുടിക്കണമെങ്കിൽ അതിനുള്ള ആളും റെഡിയാണ്. ഇതാ വേറൊരു കൾച്ചറൽ പ്രോഗ്രാം കൂടി നിങ്ങൾക്ക് കാണാം.
ഗ്ലോബൽ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ എങ്ങനെ പോകുന്നു എന്നുള്ളത് നമ്മൾ അറിയുക പോലുമില്ല. പല ടൈമിലുമായി ഇവിടെ ലൈവ് ഷോസും നടക്കാറുണ്ട്. ഇപ്രാവശ്യം ഇവിടെ ഫുഡ് സ്റ്റോളുകളുടെ എണ്ണം കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഇത് ട്രഡീഷണൽ അറബിക് സ്റ്റൈലിൽ ടീ സെർവ് ചെയ്യുന്ന പോട്ടാണ്. ദള എന്നതിന് പറയും. മ്യൂസിക്കൽ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് നമുക്കൊന്ന് കാണാം. ഇനി അമേരിക്കൻ പവലിയനിലെ ബ്യൂട്ടിഫുൾ ഡാൻസ് കാണാം. ഗ്ലോബൽ വില്ലേജിൽ കാണുന്നതൊക്കെ ഓരോ വർഷവും ഫാഷനും ട്രെൻഡിനും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇനി ഫുഡുകളാവട്ടെ, ഓരോ ലേറ്റസ്റ്റ് ഫുഡുകൾ ഇവിടെ ഇറക്കുന്നുണ്ട്. ഡ്രസ്സുകളായാലും ഷോപ്പിംഗ് ഐറ്റംസ് ആയാലും എല്ലാതും ട്രെൻഡിനൊപ്പം മാറുന്നുണ്ട്. അതുകൊണ്ടാവാം ഇവിടെ വരുന്നവരുടെ എണ്ണം ഓരോ വർഷവും കൂടി വരുന്നത്. പാട്ട് കേട്ടാൽ ഡാൻസ് കളിച്ചോളും. അങ്ങനെയൊരു വൈബാണ് ഇവിടുത്തെ ഷോപ്പ് കീപ്പേഴ്സിനടക്കം ഉള്ളത്. ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ ലോ പ്രൈസ് മുതൽ ഹൈ പ്രൈസ് വരെയുള്ളതുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാങ്ങുകയും ചെയ്യാം. പാകിസ്ഥാൻ പവലിയനിലെ ഡ്രസ് മെറ്റീരിയൽസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് സെറ്റപ്പാണുള്ളത്. ഡിഫറെൻറ്റ് ഷോപ്പുകൾ രണ്ട് സൈഡിലുമുണ്ട്. ജാപ്പനീസിൻ്റെ അംബ്രല്ല ഡാൻസാണിത്. വളരെ ക്യൂട്ടായിട്ടുണ്ട്. ഹാപ്പിനെസ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഗ്ലോബൽ വില്ലേജിലെ ഫുഡ് കോർട്ടാണിത്. ഏത് രാജ്യത്തിലെ ഫുഡ് ഐറ്റംസ് വേണമെങ്കിലും നമുക്കിവിടെ കിട്ടും. എല്ലാ ടൈപ്പ് റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. എല്ലാ ഫുഡും ലൈവായിട്ടാണ് അവരുണ്ടാക്കുന്നതും തന്നെ. 30-35 ദിർഹംസിൽ നിന്നാണ് എല്ലാ ഫുഡ് ഐറ്റംസും തുടങ്ങുന്നത്.
ഗ്ലോബൽ വില്ലേജിലൊരു പാസ്പോർട്ടുണ്ട്. ഓരോ രാജ്യത്തിലെയും സീൽ അതിൽ വെക്കാൻ പറ്റും. എക്സ്പോ 2020 നടക്കുന്ന സമയത്തും ഇതുപോലൊരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനി ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അകത്തേക്കൊന്ന് പോകാം. ഇവിടെ മോസ്റ്റ്ലി തായ് ഫുഡുകളാണുള്ളത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അകത്ത് ഒരു ബോട്ട് സർവീസൊക്കെയുണ്ട്. ഇവിടെ വന്ന് ഒരു മാംഗോ കോക്കനട്ട് കോക്ടെയിൽ കുടിക്കാനാണ് ഇവിടെ വന്നത്. അതിൻ്റെ പ്രസൻറ്റേഷനാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഒരു ചെറിയ കപ്പ്, അതിൽ സ്മോക്കൊക്കെ വരുന്ന വിധത്തിലാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നൊക്കെ പ്രസൻറ്റേഷനിൽ ഇന്നോവേഷനും കൂടി ആവശ്യമാണല്ലോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഡ്രാഗൺ ഷേപ്പിലുള്ള ലൈറ്റ് ഷോ കൂടി നമുക്ക് കാണാം. എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഇനി ഈജിപ്ഷ്യൻ പവലിയനിലെ മമ്മീസിനെയൊക്കെ ഒന്ന് കാണാം. പാലസ്റ്റീൻ പവലിയനിൽ നല്ല കുണാഫ കിട്ടും. അവരത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും നല്ല രസത്തിലാണ്. ഗ്ലോബൽ വില്ലേജിലെ എല്ലാ കാഴ്ചകളും കണ്ട് മടങ്ങി പോകുമ്പോഴാണ് അവിടുത്തെ ലൈറ്റ് ഡെക്കറേഷൻ നമുക്ക് കാണാൻ പറ്റുക. എല്ലാ കളറിലുള്ള ലൈറ്റ് ഡെക്കറേഷൻസും ഉണ്ട്. ഇതൊക്കെയാണ് ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങൾ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. ഇനി പുതിയ വീഡിയോകളുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.